സുഖമായിട്ടിരിക്കാം. കസേരയിൽ ചാരി ഇരുന്നോളൂ. പാദങ്ങൾ നിലത്ത് പതിഞ്ഞിരിക്കട്ടെ. ഇനി കുറച്ച് മുന്നിലേക്ക് നീങ്ങിയിരിക്കാം. എന്നിട്ട് മുന്നോട്ടും പിന്നോട്ടും സുഖമായിട്ട് ആടിക്കൊണ്ടിരിക്കാം. സുഖമായിട്ട് ആടിക്കോളൂ, ആസ്വദിച്ച്. ഓക്കേ, പതുക്കെ പതുക്കെ ആട്ടം കുറച്ച് കൊണ്ടുവരാം. പതുക്കെ പതുക്കെ നിർത്താം. ഓക്കെ, ഇനി സുഖമായി ചാരി ഇരുന്നോളൂ. രണ്ടു വശങ്ങളിലേക്കും ആടിക്കൊണ്ടിരിക്കാം. ആസ്വദിച്ചാടിക്കോളൂ. കൊച്ചുകുട്ടികളെ പോലെ സുഖമായിട്ട് ആടാം. പറ്റുന്നത്ര ഓരോ വശങ്ങളിലേക്കും വലിഞ്ഞോട്ടെ ശരീരം. പതുക്കെ പതുക്കെ കുറച്ച് കൊണ്ടുവരാം. പതുക്കെ പതുക്കെ നിർത്താം. പതുക്കെ കണ്ണുകൾ തുറക്കാം. ഓക്കെ, ഇനി വലത് കാലെടുത്ത് ഇടത് തൊടയിൽ കയറ്റി വെച്ചോളൂ. നമുക്ക് വലത് കാൽപാദത്തിലേക്ക് നോക്കാം. ഇത് നല്ലോണം മസാജ് ചെയ്ത് കൊടുത്തോളൂ. ഉപ്പുറ്റി മുതൽ വിരല് മുതൽ ഉപ്പുറ്റി വരെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം. ഇനി കൈവിരലുകൊണ്ട് കാൽവിരല് കോർത്ത് പിടിച്ച് അമർത്തി കൊടുക്കാം. ഓക്കേ, ഇനി വലത് കാലിന്റെ ഞെരിയാണി നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം. ഞെരിയാണി മുതൽ മുട്ട് വരെ നന്നായിട്ട് അടിച്ചു കൊടുക്കും. നല്ലോണം അടിച്ചോളൂ. മേലെയും താഴെയും അടിയിലും വശങ്ങളിലും നോക്കാം. ഓക്കെ, ഇനി വലത് കാൽമുട്ടിന്റെ മേലെ രണ്ട് തള്ളവിരലും ചൂണ്ടുവിരലും കാൽമുട്ടിന്റെ ചിരട്ടയുടെ മുകളിലും താഴെയായിട്ട് പിടിക്കാം. എന്നിട്ട് മുന്നിലേക്കും പിന്നിലേക്കും പതുക്കെ മൂവ് ചെയ്ത് കൊടുത്തോളൂ, അനക്കി കൊടുത്തോളൂ. ഓക്കേ, ഇനി രണ്ട് വശങ്ങളിലേക്കും ചൂണ്ടുവിരലുകൊണ്ട് ഈ ചിരട്ടെ റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും മൂവ് ചെയ്ത് കൊടുത്തോളൂ. ഓക്കേ, ഇനി വലത് കൈന്റെ മേലെ ഇടത് കൈ വെച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മസാജ് ചെയ്യാം. ഓക്കെ, ഇനി മുട്ട് മുതൽ ഇടുപ്പ് വരെയുള്ള ഭാഗം തൊട നന്നായിട്ട് അടിച്ചു കൊടുത്തോളൂ. എല്ലാ ഭാഗവും മേലെയും താഴെയും രണ്ട് വശങ്ങളിലും ഒക്കെ നന്നായിട്ട് അടിച്ചു കൊടുത്തോളൂ. വലത് ബക്കറ്റ് നന്നായിട്ട് അടിച്ചു കൊടുത്തോളൂ. ഓക്കെ, ഇനി വലത് ഇടുപ്പ് ഭാഗം നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കും. ആ ജോയിന്റ് നന്നായിട്ട് മസാജ് ചെയ്തോ. ഓക്കെ, ഇനി ഇടത് കാൽപാദം എടുത്ത് മടിയിൽ കയറ്റി വെക്കാം. ഇടത് കാൽപാദത്തിന്റെ അടി നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തോളൂ. ഉപ്പുറ്റി മുതൽ വിരല് വരെയും തിരിച്ചും. ഇനി കൈവിരലുകൊണ്ട് കാൽവിരല് കോർത്ത് പിടിക്കാം, നന്നായിട്ട് അമർത്തി കൊടുക്കാം. ഓക്കെ, ഇനി ഇടത് കാലിന്റെ ഞെരിയാണി നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തോളൂ. ഓക്കെ, ഇനി
ഞെരിയാണി മുതൽ മുട്ട് വരെയുള്ള ഭാഗം അടിച്ചു കൊടുക്കാം. രണ്ട് വശങ്ങളിലും താഴത്തും ഒക്കെ നന്നായിട്ട് അടിച്ചു കൊടുത്തു. ഓക്കെ, ഇനി വലത് കാൽമുട്ട് ചൂണ്ടുവിരലും തള്ളവിരലും ചിരട്ടയുടെ രണ്ട് വശത്ത് മുകളിലും താഴെയായിട്ട് വെച്ചിട്ട് നന്നായിട്ട് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും മൂവ് ചെയ്ത് കൊടുത്തോളൂ. ഓക്കെ, ഇനി വശങ്ങളിലേക്ക് രണ്ട് ചൂണ്ടുവിരലും വെച്ചിട്ട് രണ്ട് വശങ്ങളിലേക്ക് ചിരട്ടയെ മൂവ് ചെയ്ത് കൊടുത്തോളൂ. ഓക്കെ, ഇനി ഒരു കൈപ്പത്തിയുടെ മേലെ മറ്റേ കൈപ്പത്തി വെച്ച് നന്നായി മസാജ് ചെയ്ത് കൊടുക്കാം. വിപരീത ദിശയില്. ഓക്കെ, ഇനി മുട്ട് മുതൽ ഇടുപ്പ് വരെയുള്ള ഭാഗം അടിച്ചു കൊടുക്കാം. തൊടയുടെ ഉള്ളിലും പുറത്തും മുകളിലും താഴത്തും ഒക്കെ നന്നായിട്ട് അടിച്ചു കൊടുക്കും. ഓക്കെ, ഇനി ഇടത് ബട്ടക്സ് നന്നായിട്ട് ഒന്ന് അടിച്ചു കൊടുത്തോളൂ. ഓക്കെ, ഇനി ഇടുപ്പിന്റെ ഇടത് ഭാഗത്തെ ജോയിന്റ് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, വെരി ഗുഡ്. ഇനി രണ്ട് കാലുകളും ഒന്ന് മുട്ടൊന്ന് പതുക്കെ കുറച്ച് മടക്കി വെച്ചിട്ട്, അല്ലെങ്കിൽ എഴുന്നേറ്റ് നിന്നിട്ടാവാം, ഇടുപ്പിന്റെ അവിടുന്ന് താഴേക്ക് നന്നായിട്ട് മസാജ് കൊടുത്തോളൂ. ബാക്ക് സൈഡ്, കാലിന്റെ ബാക്ക് വശം നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തോളൂ. 8 പ്രാവശ്യം. ഓക്കെ, ഇനി കാൽപാദത്തിന്റെ അവിടുന്ന് മുകളിലേക്ക് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം. പാദം മുതൽ തൊടയുടെ അവസാനം ഇടുപ്പ് വരെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തു. 8 പ്രാവശ്യം. ഓക്കെ, ആയില്ലേ? 8 ആയില്ലേ? ഓക്കെ, ഇനി രണ്ട് കൈകളും. രണ്ട് കൈയും ആദ്യം വലത് കൈയിന്റെ റിസ്റ്റ് നന്നായി മസാജ് ചെയ്ത് കൊടുത്തോളൂ. ഇനി റിസ്റ്റ് മുതൽ മുട്ട് വരെയുള്ള ഭാഗം നന്നായി അടിച്ചു കൊടുക്കാം. അടിച്ചു കൊടുക്കാം. അത് ആദ്യം കൈപ്പത്തി ആദ്യം ചെയ്യാം അല്ലെ? കൈപ്പത്തി ആദ്യം ചെയ്യാം. രണ്ട് വിരലുകളും കോർത്ത് പിടിച്ച് നന്നായിട്ട് രണ്ട് വിരലുകളുടെ എല്ലാ വിരലുകളുടെ ഇടയിൽ നന്നായിട്ട് ആയിക്കോട്ടെ. ഓക്കെ, ഇനി രണ്ട് തള്ളവിരലിന്റെ ഇടയിൽ തള്ളവിരൽ നന്നായിട്ട് അടിച്ചു കൊടുത്തോളൂ. തള്ളവിരലിന്റെ ഇടയിൽ നന്നായിട്ട് അടിച്ചു കൊടുക്കാം. ഓക്കെ, ഓക്കെ, ഇനി രണ്ട് കൈയിന്റെ സൈഡ് നന്നായിട്ട് അടിച്ചു കൊടുക്കാം. ഇനി താഴെ ഭാഗം. ഓക്കെ, ഇനി കൈ അടിച്ചു. അത് ചെയ്യാം. മുഷ്ടി ചുരുട്ടി പിടിച്ചിട്ട് കൈയിന്റെ മേൽഭാഗം മറ്റേ കൈയും. ഇനി കൈ നന്നായിട്ട് അടിച്ചു. ഓക്കെ, ഈ കൈ നമ്മള് നല്ല ആക്റ്റീവ് ആക്കി കേട്ടോ. ഇനി റിസ്റ്റ് നമ്മൾ മസാജ് ചെയ്യാം. വലത് കൈയുടെ റിസ്റ്റ് മസാജ് ചെയ്യാം നന്നായിട്ട്. ഇനി റിസ്റ്റ് മുതൽ മുട്ട് വരെയുള്ള ഭാഗം നന്നായിട്ട് അടിച്ചു കൊടുക്കാം.
ഓക്കെ. ഇനി വലത് കൈമുട്ട് ജോയിന്റ് നന്നായി മസാജ് ചെയ്ത് കൊടുത്തോളൂ. ഇനി കൈമുട്ട് മുതൽ ഷോൾഡർ വരെ നന്നായി അടിച്ചു കൊടുക്കാം. ഇനി വലത് കൈ ജോയിന്റ് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഇനി വലത് ഷോൾഡർ ജോയിന്റ് മുതൽ കഴുത്ത് വരെയുള്ള ഭാഗം അടിച്ചു കൊടുത്തോളൂ. ഓക്കെ. ഇനി ഇടത് കൈയിന്റെ റിസ്റ്റ് നന്നായി മസാജ് ചെയ്ത് കൊടുക്കാം. റിസ്റ്റ് മുതൽ മുട്ട് വരെയുള്ള ഭാഗം നന്നായി അടിച്ചു കൊടുക്കാം. താഴെ മേലോട്ട് അടിച്ചു കൊടുക്കാം. ഇനി ഇടത് കൈമുട്ട് നന്നായി മസാജ് ചെയ്ത് കൊടുക്കാം. ഇടത് കൈ മുട്ട് മുതൽ ഷോൾഡർ വരെയുള്ള ഭാഗം അടിച്ചു കൊടുക്കാം. ഓക്കെ. ഇനി ഇടത് ഷോൾഡർ നന്നായി മസാജ് ചെയ്ത് കൊടുത്തോളൂ. ചുറ്റും കക്ഷത്തിലും ഷോൾഡറിന്റെ മുകളിലും ഒക്കെ. ഇനി ഷോൾഡർ മുതൽ കഴുത്ത് വരെയുള്ള ഭാഗം അടിച്ചു കൊടുത്തോളൂ. ഓക്കെ. ഇനി നമുക്ക് വലത് കൈ നീട്ടി പിടിക്കാം. എന്നിട്ട് മലർത്തി പിടിക്കാം. കൈ മലർത്തി പിടിച്ച് മുകളിൽ നിന്ന് താഴേക്ക് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. വിരലിന്റെ അറ്റം വരെ 8 പ്രാവശ്യം. ഓക്കെ. ഇനി കൈ മുഷ്ടി ചുരുട്ടി പിടിച്ച് ഇടത് കൈ മുഷ്ടി ചുരുട്ടി പിടിച്ച് താഴേന്ന് മേളിലേക്ക് നന്നായിട്ട് മസാജ്. ഓക്കെ. ഇനി ഇടത് കൈ നിവർത്തി പിടിക്കാം. മുകളിൽ നിന്ന് താഴേക്ക് മസാജ് കൊടുക്കാം. ഓക്കെ. ഈ കൈ മുഷ്ടി ചുരുട്ടി പിടിച്ച് കമത്തി പിടിച്ച് മുകളിൽ താഴേന്ന് മേളിലേക്ക്. ഓക്കെ. ഇപ്പൊ കൈ മസാജ് ആയി. ഇനി തല 2 കൈപ്പത്തി തലമണ്ടയിൽ അമർത്തി പിടിച്ച് എല്ലാ ഭാഗവും മസാജ് ചെയ്ത് കൊടുത്തു. തലയുടെ 2 വശങ്ങള് നിറുക. പിൻഭാഗില് താഴത്ത് ചെവിയുടെ മുകൾ ഭാഗം എല്ലാ ഭാഗവും നന്നായി മസാജ് ചെയ്യും. ഓക്കെ. ഇനിയിപ്പോ അതൊക്കെ കൈ താഴെ വെക്കാം. തലയിലൊന്ന് ശ്രദ്ധിച്ചോളൂ. ഇനി നമുക്ക് 2 ചൂണ്ടുവിരലും പെരുവിരലും വെച്ചിട്ട് പുരികത്തിന്റെ മുകളിൽ കൂടെ 2 വശങ്ങളിലേക്കും മസാജ് ചെയ്ത് കൊടുക്കാം. 5 പ്രാവശ്യം. ഓക്കെ. ഈ കണ്ണിന്റെയും മൂക്കിന്റെ ഇടയിലുള്ള ഭാഗത്ത് തൊട്ടിട്ട് 2 വശങ്ങളിലേക്ക് മസാജ് ചെയ്ത് കൊടുക്കാം. 5 പ്രാവശ്യം. ഓക്കെ. ഇനി 2 കവളും നന്നായിട്ട് മസാജ് ചെയ്യും.
പതുക്കെ ഒന്ന് അടിച്ചു കൊടുത്തത്. പതുക്കെ ഒന്ന് അടിച്ചു കൊടുക്കാം. ഓക്കെ. ഇനി ചുണ്ടുകള് മായ ആ പറ്റുന്നത്ര തുറന്നോളൂ. അത് കഴിഞ്ഞ് പറ്റുന്നത്ര ചുരുക്കാം. ആ ഊ ആ ഊ ആ ഊ. ഒരിക്കൽ കൂടെ ആ ഊ. ഓക്കെ. ഇനി ജോ താഴത്തെ ലോവർ ജോ രണ്ട് വശത്തേക്കും. ഓക്കെ, റിലാക്സ്. നാവ് നാവ് പലതരത്തിൽ വളച്ച് ചെയ്തോളൂ. ഓക്കെ. ഇനി ചെവി രണ്ട് ചെവിയും മേളിലേക്ക് വലിച്ചു പിടിക്കാം. മേളിലേക്ക് വലിക്കാം. വശങ്ങളിലേക്ക് താഴേക്ക് വലിച്ചു പിടിച്ചോളൂ. താഴേക്ക്. ഓക്കെ. ഇനി ചെവി വട്ടത്തിൽ കറക്കാം. ഓപ്പോസിറ്റ് ഡയറക്ഷൻ, വിപരീത ദിശയിലും വട്ടത്തിൽ കറക്കാം. ഓക്കെ, റിലാക്സ്. ഇനി കഴുത്തിന്റെ പിൻഭാഗം നന്നായിട്ട് മസാജ് ചെയ്തോളൂ. താഴേക്ക്. നടുവിലൊരു കുഴിയുണ്ട്, അതിന്റെ ഇരുവശങ്ങളിലാണ് മസാജ് ചെയ്യുക. മുകളിൽ നിന്ന് താഴേക്കാണ് മസാജ് ചെയ്യേണ്ടത്. 5 പ്രാവശ്യം. ഓക്കെ. ഇനി കഴുത്തിന്റെ മുൻഭാഗം നന്നായിട്ട് മസാജ് ചെയ്യും. ഓക്കെ. ഓക്കെ. ഇനി ശരീരത്തിന്റെ 2 വശങ്ങളിൽ നന്നായി മസാജ് ചെയ്തു. കൈ ഇങ്ങനെ ഉയർത്താൻ പറ്റില്ലെങ്കിൽ ഒരു കൈ കൊണ്ട് വലതുവശം, ഇടത് കൈ കൊണ്ട് വലതുവശം, അല്ലെങ്കിൽ വലത് കൈ കൊണ്ട് ഇടതുവശം മസാജ് ചെയ്ത് കൊടുത്താലും മതി. ഓക്കെ. ഇനി നടുഭാഗം, നെഞ്ചിന്റെ നടുഭാഗം നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തോളൂ. വയറ് വരെ. ഓക്കെ. ഇനി ഹൃദയത്തിന്റെ ഭാഗം, ഇടതുവശം നന്നായിട്ട് മസാജ് ചെയ്തു. ഓക്കെ, റിലാക്സ്. ഇപ്പൊ നമ്മൾ ശരീരം മുഴുവൻ മസാജ് ചെയ്ത് കൊടുത്തു. കണ്ണടച്ച് ശരീരത്തിനെ ശ്രദ്ധിക്കാം. ഓക്കെ. ഓക്കെ. ഇനി നമുക്ക് ശരീരത്തിനെ ഒന്ന് സ്ട്രെച്ച് ചെയ്യാം. എല്ലാ ഭാഗവും സ്ട്രെച്ച് ചെയ്യാം. 2 കാലുകളും നീട്ടിപ്പിടിച്ചോളൂ. വിരലുകൾ ചുരുക്കാം, നിവർത്താം, ചുരുക്കാം, നിവർത്താം, ചുരുക്കാം, നിവർത്താം, ചുരുക്കാം, നിവർത്താം, ചുരുക്കാം, നിവർത്താം. ഓക്കെ. ഇനി 2 കാലും മുന്നിലേക്ക് വലിച്ചു പിടിക്കാം. പുറകിലേക്ക്, മുന്നോട്ട്, പുറകിലേക്ക്, മുന്നോട്ട്, പുറകിലേക്ക്, മുന്നോട്ട്, പുറകിലേക്ക്. ഒരിക്കൽ കൂടെ മുന്നോട്ട്, പുറകിലേക്ക്. ഓക്കെ. ഇനി വലത് കാലിന്റെ തള്ള വിരൽ വെച്ചിട്ടൊരു വട്ടം വരയ്ക്കാം. പാദത്തിന്റെ മുൻഭാഗം മാത്രമേ മൂവ് ചെയ്യുള്ളൂ. അപ്പോ കാല് മുഴുവൻ മൂവ് ചെയ്യണ്ട. 5 പ്രാവശ്യം വട്ടം വരയ്ക്കാം. ഓക്കെ. ഓപ്പോസിറ്റ് ഡയറക്ഷൻ, വിപരീത ദിശയിൽ വട്ടം വരയ്ക്കാം. 1 2 3 4 5. ഓക്കെ. ആ കാല് താഴെ വെക്കാം. ഇനി ഇടത് കാല്. 1 2 3 4 5. വിപരീത ദിശയില് 1 2 3 4 5. ഓക്കെ. കാല് താഴെ വെച്ചോളൂ.
ഇനി വലത് കാൽമുട്ട് മടക്കാം. പാദങ്ങള് കസേരയിൽ കയറ്റി വെച്ചോളൂ. എന്നിട്ട് തൊടയുടെ അടിയിൽ കൈ കോർത്ത് പിടിക്കാം. എന്നിട്ട് വലത് കാൽമുട്ടിന് താഴെയുള്ള ഭാഗം വട്ടത്തിൽ കറക്കാം. 1 2 3 4 5. ഓപ്പോസിറ്റ് ഡയറക്ഷൻ. 1 2 3 4 5. ഓക്കെ, കാല് താഴെ വെച്ചോളൂ. ഇനി ഇടത് കാല് തൊടയുടെ അടിയിൽ കൈ കോർത്ത് പിടിക്കാം. 1 2 3 4 5. ഓപ്പോസിറ്റ് ഡയറക്ഷൻ. 1 2 3 4 5. ഓക്കെ, കാല് താഴെ വെച്ചോളൂ. ഇനി വലത് കാൽമുട്ട് മടക്കി ശരീരത്തിനോട് ചേർത്ത് പിടിക്കാം. താഴേക്ക് നിവർത്താം. അടുപ്പിക്കാം. ശരീരത്തിനോട് അടുപ്പിക്കാം. നിവർത്താം. അടുപ്പിക്കാം. നിവർത്താം. അടുപ്പിക്കാം. നിവർത്താം. ഒരിക്കൽ കൂടെ അടുപ്പിക്കാം. നിവർത്താം. കാല് താഴെ വെച്ചോളൂ. ഇനി ഇടത് കാൽമുട്ട് മടക്കി കൈകൾ മുട്ടിനടിയിൽ കോർത്ത് പിടിക്കാം. ശരീരത്തിനോട് അടുപ്പിക്കാം. നിവർത്താം. അടുപ്പിക്കാം. നിവർത്താം. അടുപ്പിക്കാം. നിവർത്താം. അടുപ്പിക്കാം. നിവർത്താം. ഒരിക്കൽ കൂടെ അടുപ്പിക്കാം. നിവർത്താം. കാല് താഴെ വെച്ചോ. ഓക്കെ, ഇനിയിപ്പൊ ഇനി കൈകള് രണ്ട് കൈയും നീട്ടി വെച്ചോളൂ. രണ്ട് കൈയും സ്ട്രെച്ച് ചെയ്ത് പിടിച്ചു. സ്ട്രെച്ച്. കൈപ്പത്തി നല്ല നിവർന്നിരിക്കട്ടെ. വിരലുകളൊക്കെ അകന്നിരിക്കട്ടെ. പിടിച്ചോളൂ. സ്ട്രെച്ച്. ഒന്നും കൂടെ സ്ട്രെച്ച് സ്ട്രെച്ച് സ്ട്രെച്ച്. ഓക്കെ, ഞാൻ സ്ട്രെച്ച് റിലീസ് ചെയ്യാം. കൈ നീട്ടി പിടിക്കന്നെ. കൈ മുഷ്ടി ചുരുട്ടാം. നിവർത്താം. ചുരുട്ടാം. നിവർത്താം. അമർത്തി ചുരുട്ടിക്കോളൂ. എന്നിട്ട് നിവർത്താം. ചുരുട്ടാം. നിവർത്താം. ഒരിക്കൽ കൂടെ ചുരുട്ടാം. നിവർത്താം. ഇനി ചുരുട്ടി പിടിച്ച് റിസ്റ്റ് റൊട്ടേഷൻ. റിസ്റ്റ് തിരിക്കാം. 3 4 5. ഇനി വിപരീത ദിശയിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനില് 1 2 3 4 5. ഇനി ഒരു കൈപ്പത്തി മുകളിലേക്കും ഒരു കൈപ്പത്തി താഴേക്കും ആക്കി പിടിക്കാം. 1 2 പറയുമ്പോ ഓപ്പോസിറ്റ്. 2 1 2 1 2 1 2 1 2 1 2. ഓക്കെ, ഇനി സൈഡിലേക്ക് രണ്ട് കൈപ്പത്തിയും ഒരു സൈഡിലേക്ക്. 1 2 1 2 1. കൈപ്പത്തി മാത്രം മൂവ് ചെയ്താൽ 2 1 2 1 2 1 2 1 2. ഓക്കെ, ഇനി കൈ നന്നായിട്ട് കൊടയാം. നന്നായി കൊടഞ്ഞോളൂ. കൈ മേളിലേക്ക് കൊണ്ടുപോവാം. സൈഡിലേക്ക് കൊണ്ടുപോവാം. നന്നായിട്ട് കൈ വിരലുകളൊക്കെ നന്നായിട്ട് കൊടഞ്ഞോളൂ. സ്പീഡ് 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 സ്പീഡ്. റിലാക്സ്. കൈ മടിയിൽ മലർത്തി വെച്ചോളൂ. വിശ്രമിക്കാം. കൈവിരലുകൾ ശ്രദ്ധിക്കാം. ഓക്കെ, ഇനി രണ്ട് കൈ നീട്ടി പിടിച്ചോളൂ. മടിയിൽ നീട്ടി വെച്ചോളൂ. വലത് കൈ മടക്കാം. ഞാൻ 1 പറയുമ്പോ വലത് കൈ മടക്കാം. 2 പറയുമ്പോ വലത് കൈ നിവർത്തി ഇടത് കൈ മടക്കാം. 2 1 2 1 2 1 2 1 2 1 2 1 2. ഓക്കെ, റിലാക്സ്. റിലാക്സ് ചെയ്തോളൂ. റിലാക്സ്. ഇനി രണ്ട് കൈയും ഷോൾഡർ ലെവലിൽ നീട്ടി പിടിച്ചോളൂ. 1 പറയുമ്പോ വലത് കൈ മടക്കാം.
2 എന്ന് പറയുമ്പോൾ വലത് കൈ നിവർത്തി ഇടത് കൈ മടക്കാം. 1 2 1 2 1 2 1 2 1 2. ഓക്കെ, റിലാക്സ് ചെയ്തു. ഇനി 2 കൈമുഷ്ടിയും ചുരുട്ടി ഷോൾഡർ ലെവലിൽ പിടിക്കാം. 1 എന്ന് പറയുമ്പോൾ വലത് കൈ നേരെ മേളിലേക്ക്. 1 2 1 2 1 2 1 2 1 2 1 2 1 2. ഓക്കെ, റിലാക്സ്. വിശ്രമിച്ചോളൂ. ഷോൾഡറിന് ശ്രദ്ധിക്കാം, കൈ എല്ലാം ശ്രദ്ധിക്കാം, കൈന്റെ ജോയിന്റ്സ് ഒക്കെ ശ്രദ്ധിച്ചോളൂ. ഇനി ഷോൾഡർ റൊട്ടേഷൻ. കൈ പത്തി നിവർത്തി വെക്കാം, താലം പിടിക്കാം. കൈയുടെ ഫ്രണ്ടിൽ താലം പിടിക്കണ പോലെ വശങ്ങളിലേക്ക്. ഫ്രണ്ട് സൈഡ് ഫ്രണ്ട് സൈഡ് ഫ്രണ്ട് സൈഡ് ഫ്രണ്ട് സൈഡ്. ഓക്കെ, റിലാക്സ്. ഇനി ഒരു കൈപ്പത്തി കമഴ്ത്താം, ഒരു കൈപ്പത്തി മലർത്താം. 1 2 1 2 1 2 1 2 1 2. ഓക്കെ, റിലാക്സ്. ഇനി ഷോൾഡർ റൊട്ടേഷൻ. കൈ ഷോൾഡറിൽ വെച്ചോളൂ. ദീർഘശ്വാസം അകത്തേക്ക് എടുക്കാം. ശ്വാസം വിട്ടുകൊണ്ട് കൈ താഴേക്ക് കൊണ്ടുവരാം. ബൈസെപ്സ് മേല് മുട്ടട്ടെ. ഈ ശ്വാസം എടുത്തുകൊണ്ട് മുന്നിലൂടെ മേളിലേക്ക്, മുട്ടുനേരെ മുകളിലേക്ക് വരട്ടെ. പുറകിലൂടെ താഴേക്ക്, മുന്നിലൂടെ മേളിലേക്ക്, പുറകിലൂടെ താഴേക്ക്, മുന്നിലൂടെ മേളിലേക്ക്, പുറകിലൂടെ താഴേക്ക്. ഇനി പുറകിലൂടെ മേളിലേക്ക്, മുന്നിലൂടെ താഴെ, പുറകിലൂടെ മേളിലേക്ക്, മുന്നിലൂടെ താഴേക്ക്, പുറകിലൂടെ മേളിലേക്ക്, മുന്നിലൂടെ താഴേക്ക്. റിലാക്സ്. ഇനി ഷോൾഡർ രണ്ടും ഉയർത്താം, താഴ്ത്താം, ഉയർത്താം, താഴ്ത്താം, ഉയർത്താം, താഴ്ത്താം. മതി, റിലാക്സ് ചെയ്തോളൂ. ഇനി കഴുത്തിന്റെ ജോയിന്റ് നമുക്ക് അനക്കാം. ശ്വാസം എടുത്തുകൊണ്ട് മേളിലേക്ക് നോക്കാം, താഴേക്ക്. താടി നെഞ്ചിൽ മുട്ടിക്കാൻ ശ്രമിച്ചോളൂ. വീണ്ടും മേളിലേക്ക്, താഴേക്ക്, മേളിലേക്ക്, താഴേക്ക്. ഒരിക്കൽ കൂടെ മേളിലേക്ക്, താഴേക്ക്. ഇനി നിവർന്നു വരാം. ശ്വാസം വിട്ടുകൊണ്ട് വലത് ഷോൾഡർ കൂടെ ബാക്കിലേക്ക് നോക്കാം. നേരെ വരാം. ഇടത് ഷോൾഡർ കൂടെ ബാക്കിലേക്ക് നോക്കാം. നേരെ വരാം. റൈറ്റ് സൈഡ്. നേരെ വരാം. ലെഫ്റ്റ് സൈഡ്. നേരെ വരാം. ഒരിക്കൽ കൂടെ റൈറ്റ് സൈഡ്. നേരെ വരാം. ലെഫ്റ്റ് സൈഡ്. നേരെ വരാം. ഇനി വലതുവശത്തേക്ക് കഴുത്തിനെ ചരിക്കാം. ഇടതുവശത്ത് ഉണ്ടാവണ സ്ട്രെച്ച് ശ്രദ്ധിച്ചോളൂ. നിവർന്നു വരാം. ഇടതുവശത്തേക്ക് കഴുത്തിനെ ചരിക്കാം. വലതുവശത്ത് ഉണ്ടാവണ സ്ട്രെച്ച് ശ്രദ്ധിച്ചോളൂ. നിവർന്നു വരാം. റൈറ്റ് സൈഡിലേക്ക്. നിവർന്നു വരാം. ലെഫ്റ്റ് സൈഡ്. നിവർന്നു വരാം. റൈറ്റ് സൈഡ്. നിവർന്നു വരാം. ലെഫ്റ്റ് സൈഡ്. നിവർന്നു വരാം. ആൻഡ് റിലാക്സ്. ഓക്കെ, ഇപ്പൊ എല്ലാ ജോയിന്റ്സും നമ്മളൊന്ന് സ്ട്രെച്ച് ചെയ്തു. ഇനി നമുക്ക് 8 എന്ന് എഴുതാം. 8 എന്ന് എഴുതാം. കിടക്കണ 8. ഓക്കെ, 2 കൈ കൊണ്ട് 8 എഴുതാം. 2 വശത്തേക്കും പോട്ടെ. വലത്തോട്ട് വളഞ്ഞ് ഇടത്തോട്ട്. പൂർണ്ണ ശ്രദ്ധ നമ്മുടെ 8 എഴുതുന്നതിലായിരിക്കണം കേട്ടോ. കണ്ണും കൂടെ പൊക്കോട്ടെ. 5 പ്രാവശ്യം 8 എഴുതാം. ഓക്കെ, ഇനി ഓപ്പോസിറ്റ് ഡയറക്ഷൻ, വിപരീത ദിശയിൽ എഴുതാം. കിടക്കണ 8. വലത്തോട്ട് പോട്ടെ, ഇടത്തോട്ട് പോട്ടെ.
ഓക്കേ, 5 പ്രാവശ്യം കഴിഞ്ഞില്ലേ? ഇനി നിക്കണ 8. മുകളിലും താഴെ, മുകളിലേക്ക് താഴേക്ക്. കൈയിന്റെ കൂടെ കണ്ണും പോട്ടെ. ഓക്കേ, വിപരീത ദിശയിൽ എഴുതാം. 8 എഴുതാം. അഞ്ച് പ്രാവശ്യം കഴിഞ്ഞാൽ നിർത്താം. ആൻഡ് റിലാക്സ്, വിശ്രമിക്കാം. ഓക്കേ, ഇനി നമുക്ക് സൂര്യ നമസ്കാരം ആരംഭിക്കാം അല്ലേ? ഓക്കെ, ശ്വാസം എടുത്തുകൊണ്ട് വലത് കൈ ഉയർത്താം. ഷോൾഡർ ലെവൽ എത്തുമ്പോൾ മലർത്താം. വീണ്ടും മേളിലേക്ക്, കൈ ചെവിയോട് ചേർന്നിരിക്കട്ടെ. മുകളിലേക്ക് നന്നായി സ്ട്രെച്ച് ചെയ്തോളൂ. സാവകാശം ഇടതുവശത്തേക്ക് ശരീരം ചരിയട്ടെ. സ്ട്രെച്ച് ചെയ്തു നോക്കിക്കോളൂ. ഇടതുവശത്തിന്റെ സ്ട്രെച്ച് ശ്രദ്ധിച്ചോളൂ. 7, 8, 9, 10. തിരിച്ചു വരാം. ഒന്നുകൂടെ കൈ മേളിലേക്ക് സ്ട്രെച്ച് ചെയ്യാം. സാവകാശം താഴേക്ക്. ഷോൾഡർ ലെവൽ എത്തുമ്പോൾ കമഴ്ത്തി കൈ താഴേക്ക്. ഇനി ശ്വാസം എടുത്തുകൊണ്ട് ഇടത് കൈ ഉയർത്താം. കൈ ചെവിയോട് ചേർന്നിരിക്കട്ടെ. നന്നായി വലിച്ചു പിടിച്ചോളൂ. കൈ ചെവിയോട് ചേർന്നിരിക്കട്ടെ. ഇനി വലത് വശത്തേക്ക് ശരീരം ചരിയട്ടെ. സ്ട്രെച്ച് ശ്രദ്ധിച്ചോളൂ. ഇടതുവശത്തിൻ്റെയാണോ സ്ട്രെച്ച്? 4, 5, 6, 7, 8, 9, 10. തിരിച്ചു വരാം. കൈ ഒന്നുകൂടെ മേളിലേക്ക് സ്ട്രെച്ച് ചെയ്യാം. സാവകാശം താഴേക്ക്. ഷോൾഡർ ലെവൽ എത്തുമ്പോൾ കമഴ്ത്തി കൈ താഴേക്ക്. ഓക്കെ, റിലാക്സ്. ഇനി വലത് കൈ കസേരയുടെ ബാക്കിൽ വെക്കാം. വലത് കാൽമുട്ട് മടക്കി പിടിക്കാം. എന്നിട്ട് ഇടത് കൈ വലത് കാലിനും ശരീരത്തിനും ഇടയിൽ കൂടെ കൊണ്ടുപോയിട്ട് രണ്ട് കൈ കൊണ്ട് കോർത്ത് പിടിക്കാം. ഇടത് കൈ കൊണ്ട് വലത് കാലിനെ ഇങ്ങനെ തള്ളി പിടിച്ച് ബാക്കിലേക്ക് ശരീരം ട്വിസ്റ്റ് ആക്കാൻ ശ്രമിച്ചോളൂ. എത്ര പറ്റുമോ അത്ര ചെയ്താൽ മതി. 2, 3, 4, 5, 6, 7, 8, 9, 10. തിരിച്ചു വരാം. ഇനി ഓപ്പോസിറ്റ് സൈഡ് ചെയ്യാം. ഇടത് കൈ കസേരയുടെ പിന്നിൽ വെച്ചോളൂ. ഇടത് കാൽമുട്ട് മടക്കാം. വലത് കൈ ഇടത് കാലിനും ശരീരത്തിനും ഇടയിൽ കൂടെ പോയിട്ട് ഇടത് കൈയുമായിട്ട് കോർത്ത് പിടിക്കാം. ശരീരത്തിന് ഇടത് വശത്ത് കൂടെ ബാക്കിലേക്ക് ട്വിസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാം. വലത് കൈമുട്ടോണ്ട് ഇടത് കാലിനെ തള്ളി പിടിച്ചോളൂ. 3, 4, 5, 6, 7, 8, 9, 10. തിരിച്ചു വരാം. ഓക്കെ, ഇനി വലത് പാദം എടുത്ത് ഇടത് തൊടയിൽ കയറ്റി വയ്ക്കാം. ഇടത് കൈ മുകളിലും വലത് കൈ താഴെയുമായിട്ട് പിന്നിൽ കോർത്ത് പിടിക്കാം. ശരീരത്തിനെ നിവർത്തി വെച്ചോളൂ. തല നിവർത്തി വെച്ചോളൂ. 2, ശ്വാസം എടുത്ത് വിട്ടുകൊണ്ടിരിക്കാം. 4, 5, 6, 7, 8, 9, 10. തിരിച്ചു വരാം. ഓക്കെ, ഇനി ഇടത് പാദമെടുത്ത് വലത് തൊടയിൽ കയറ്റി വെക്കാം. വലത് കൈ മുകളിലും ഇടത് കൈ താഴെയുമായിട്ട് പിന്നിൽ കോർത്ത് പിടിക്കാം. ശരീരം സ്ട്രെയിറ്റ് ആയിട്ടിരിക്കട്ടെ. തല നിവർന്നിരിക്കട്ടെ. 2, 3, 4, 5, 6, 7, 8, 9, 10. തിരിച്ചു വരാം. ഓക്കെ, ഇനി കസേരയുടെ പിന്നിലേക്ക് നിന്നോളൂ. എഴുന്നേറ്റ് കസേരയുടെ പിന്നിൽ നിൽക്കാം. കസേരയുടെ മോൾ ഭാഗത്ത് പിടിക്കാം. പതുക്കെ കുനിഞ്ഞ് തല കസേരയുടെ മുകളിൽ മുട്ടാൻ തക്കവണ്ണം കുനിഞ്ഞു നിൽക്കാം. 2, 3, 4, 5, 6,
7, 8, 9, 10. ഇനി ഒന്നും കൂടെ കുനിഞ്ഞ് തല താഴേക്ക് മുട്ടാൻ, കസേരയുടെ സീറ്റിന്റെ അവിടേക്ക് മുട്ടാൻ തക്കവണ്ണം നിൽക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. തിരിച്ചു വരാം. ഇനി രണ്ട് കൈ മുന്നിലേക്ക് പിടിച്ചോളൂ. വലത് കാൽമുട്ട് മടക്കി കസേരയുടെ സീറ്റിൽ പതുക്കെ ചവിട്ടാൻ പറ്റുമോ നോക്കിക്കോളൂ. ഇടത് കാലിൽ മാത്രമായിട്ട് നിൽക്കണം നമ്മള്. 2, 3, 4, 5, 6, 7, 8, 9, 10. കാല് താഴെ വെക്കാം. ഇനി ഇടത് കാൽമുട്ട് മടക്കി കസേരയുടെ സീറ്റിലേക്ക് വെക്കാം. 2, 3, 4, 5, 6, 7, 8, 9, 10. കാല് താഴെ വെച്ചോളൂ. ഇനി കസേരയുടെ സൈഡിലേക്ക് നിൽക്കാം. എന്നിട്ട് വലത് കാലിനെ വട്ടത്തിൽ കറക്കാം. 1, 2, 3, 4, 5. ഓപ്പോസിറ്റ് കാല്, ഓപ്പോസിറ്റ് ഡയറക്ഷൻ. 1, 2, 3, 4, 5. ഇനി ഇടത് കാല്. 1, 2, 3, 4, 5. Opposite direction. 1, 2, 3, 4, 5. ഓക്കെ. ഇനി ശ്വാസം എടുത്തുകൊണ്ട് രണ്ട് കൈകളും തലയുടെ മുകളിൽ തൊഴുത് പിടിക്കാം. ഇനി ശ്വാസം എടുത്തുകൊണ്ട് ഉപ്പുറ്റി ഉയർത്താം. നന്നായി സ്ട്രെച്ച് ചെയ്തോളൂ കാലിനെ. 3, 4, 5, 6, 7, 8, 9, 10 and relax. ഓക്കെ. ഇനി കസേരയിൽ പിടിച്ചുകൊണ്ട് കാൽപാദങ്ങൾ രണ്ടും ഉയർത്തി പിടിക്കാം. പാദങ്ങൾ രണ്ടും ഉയർത്തിക്കൊണ്ട് നിന്നോളൂ. 2, 3, 4, 5, 6. പാദത്തിന്റെ വിരലുകൾ, പാദം എന്ന് പറഞ്ഞാൽ വിരലുകൾ രണ്ടും ഉയർത്തിക്കൊണ്ട് നിന്നോളൂ. ഉപ്പുറ്റിയിൽ നിൽക്കണം. ഓക്കെ. റിലാക്സ്. വിശ്രമിക്കാം. ഓക്കെ. ഇനി കസേരയിൽ ഇരുന്നോളൂ. ഇനി കൈ മുന്നിലേക്ക് വലിച്ചു പിടിക്കാം. എന്നിട്ട് സ്റ്റാൻഡ്. എല്ലാവരും എഴുന്നേറ്റുന്നോളൂ. സിറ്റ്, സ്റ്റാൻഡ്, സിറ്റ്, സ്റ്റാൻഡ്, സിറ്റ്, സ്റ്റാൻഡ്, സിറ്റ്. ഓക്കെ. റിലാക്സ്. ഇരുന്നോളൂ. ഇനി എഴുന്നേറ്റ് നിലത്തിരിക്കാം. സുഖമായിട്ടിരിക്കാം. ഓക്കെ. ഇനി കസേരയിൽ പിടിച്ച് പതുക്കെ എഴുന്നേറ്റ് നിൽക്കാം. ഓക്കെ. ഇനി കസേര മാറ്റി വെക്കാം. നമുക്ക് കുറച്ച് നിന്നുകൊണ്ടുള്ള ആസനം ചെയ്യാം. വൃക്ഷാസനം. വലത് കാൽമുട്ട് മടക്കി ഇടത് തുടയില് വേണച്ച സപ്പോർട്ട് എടുത്തോളൂ. എന്നിട്ട് ബാലൻസ് കിട്ടിക്കഴിഞ്ഞാൽ പറ്റുകയാണെങ്കിൽ മാത്രം രണ്ട് കൈയും മുകളിലേക്ക് വലിച്ചു പിടിക്കാം. തൊഴുത് പിടിച്ചു നിൽക്കാം. നേരെ നോട്ടം. 2, 3, 4, 5, 6, 7, 8, 9, 10. അവരവർക്ക് പറ്റുന്നത്ര മാത്രം ചെയ്താൽ മതി. ഓക്കെ. ഇനി ഇടത് കാൽമുട്ട് മടക്കി വലത് തൊടയിലോ മുട്ടിന് തൊട്ട് മേലെയായിട്ടോ അല്ലെങ്കിൽ ഉപ്പിറ്റിയുടെ അടുത്തോ ഒക്കെ വെക്കാം കേട്ടോ. ഒരു കാലിൽ നിൽക്കണം എന്ന് മാത്രം. ബാലൻസ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രം രണ്ട് കൈകളും ഉയർത്തി തലയുടെ മുകളിൽ തൊഴുത് പിടിക്കാം. നേരെ നോട്ടം. 2, 3, 4, 5, 6, 7, 8, 9, 10. ഓക്കെ. റിലാക്സ്. തിരിച്ചു വരാം. ഇനി വലത് കാൽമുട്ട് വലത്തോട്ട് നമുക്ക് വീരഭദ്രാസനം ചെയ്യണം. നമ്മൾ വലത് കാൽമുട്ട് വലത്തോട്ട്, ഇടത് കാൽപാദം വലത് കാൽപാദം വലത്തോട്ട്, ഇടത് കാൽപാദം കുറച്ച് വലത്തോട്ട്. വലത് കാൽമുട്ട് മടങ്ങട്ടെ. പറ്റണത്ര മടക്കിയാൽ മതി. പറ്റണ പോലെ മടക്കിക്കോളൂ. എന്നിട്ട് ശരീരം വലത്തോട്ട് തിരിയട്ടെ. ശ്വാസം എടുത്തുകൊണ്ട് രണ്ട് കൈകളും ഉയർത്തി തലയുടെ മുകളിൽ തൊഴുത് പിടിക്കാം. പറ്റുകയാണെങ്കിൽ ശരീരം വളച്ച് മുകളിലേക്ക് നോക്കാം. 2, 3, 4, 5, 6, 7, 8, 9, 10.
ഓക്കെ, തിരിച്ചു വരാം. ഇനി ഇടത് കാല് ഇടത്തോട്ട്, വലത് കാല് കുറച്ചിടത്തോട്ട്, കാല് പറ്റുന്നത്ര അകത്തി വെച്ചോളൂ. ഇടത് കാൽമുട്ട് മടക്കാം, ശരീരം ഇടത്തോട്ട് തിരിയട്ടെ. ശ്വാസം എടുത്തുകൊണ്ട് രണ്ട് കൈകളും തലയുടെ മുകളിൽ തൊഴുത് പിടിക്കാം. ശരീരത്തിനെ വളച്ച് മുകളിലേക്ക് നോക്കാം. 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, സോറി 10 വരെ മതി. ഓക്കെ, റിലാക്സ്. ഓക്കെ, റിലാക്സ് ചെയ്തോളൂ, റിലാക്സ്. ഇനി പതുക്കെ കസേരയിൽ ഇരിക്കാം. നമുക്ക് സൂര്യ നമസ്കാരം ആരംഭിക്കാം. തൊഴുത് പിടിച്ചിരിക്കാം. കണ്ണുകൾ അടച്ചു വെക്കാം. ശ്വാസം എടുത്തുകൊണ്ട് രണ്ട് കൈകളും ഉയർത്താം. ശരീരം ഒന്ന് പിന്നാക്കം സ്ട്രെച്ച് ആയിക്കോട്ടെ. ശ്വാസം വിട്ടുകൊണ്ട് രണ്ട് കൈകളും ശരീരം താഴ്ത്തി കൊണ്ടുവന്ന് രണ്ട് കൈകളുകൊണ്ട് കാൽപാദങ്ങളിൽ തൊടാം. ഇനി ശ്വാസം എടുത്തുകൊണ്ട് വലത് കാൽമുട്ട് മടക്കി കസേരയിൽ കയറ്റി വെക്കാം. നോട്ടം വെള്ളിക്ക്. കൈകൾ മുട്ടിന്റെ അടിയിൽ തോക്കോർത്ത് പിടിക്കാം. ശ്വാസം വിട്ടുകൊണ്ട് നെറ്റിമുട്ടിൽ മുട്ടിക്കാൻ ശ്രമിക്കാം. ഇനി ശ്വാസം എടുത്തുകൊണ്ട് തല നിവർത്താം, കാല് താഴ്ത്താം, രണ്ട് കൈകളും ഉയർത്താം. ശരീരം വീണ്ടും പിന്നാക്കൊന്ന് സ്ട്രെച്ച് ചെയ്യാം. ശ്വാസം വിട്ടുകൊണ്ട് രണ്ട് കൈകളും താഴേക്ക് പാദത്തിൽ തൊടാം. ശ്വാസം എടുത്തുകൊണ്ട് ഇടത് കാൽമുട്ട് മടക്കി കസേരയിൽ വെക്കാം. നോട്ടം മേളിലേക്ക്. ശ്വാസം വിട്ടുകൊണ്ട് നെറ്റിമുട്ടിൽ മുട്ടിക്കാൻ ശ്രമിക്കാം. ശ്വാസം എടുത്തുകൊണ്ട് കാല് താഴേക്ക്, കൈകൾ മേലേക്ക്. പിന്നാക്കൊന്ന് സ്ട്രെച്ച് ചെയ്തോളൂ ശരീരത്തിനെ. ശ്വാസം വിട്ടുകൊണ്ട് വശങ്ങളിലൂടെ കൈ താഴേക്ക്. നമസ്തേ. ഇത് ഫസ്റ്റ് റൗണ്ട്. ഇതുപോലെ വീണ്ടും ശ്വാസം എടുത്തുകൊണ്ട് രണ്ട് കൈകളും ഉയർത്താം. ശ്വാസം വിട്ടുകൊണ്ട് പാദത്തിൽ തൊടാം. ശ്വാസം എടുത്തുകൊണ്ട് ഇടത് കാൽമുട്ട് മടക്കി ഇടത് കാൽമുട്ടല്ലേ മടക്കുന്ന? അല്ല. ഓക്കെ, ശ്വാസം വിട്ടുകൊണ്ട് കാൽപാദത്തിൽ തൊടാം. ശ്വാസം എടുത്തുകൊണ്ട് രണ്ട് കൈകളും ഉയർത്താം. ഇടത് കാൽമുട്ട് മടക്കി കസേരയിൽ വെക്കാം. ശ്വാസം വിട്ടുകൊണ്ട് നെറ്റിമുട്ടിൽ മുട്ടിക്കാം. ശ്വാസം എടുത്തുകൊണ്ട് രണ്ട് കൈകളും ഉയർത്താം. ശ്വാസം വിട്ടുകൊണ്ട് വശങ്ങളിലൂടെ കൈ താഴേക്ക്. നമസ്തേ. ഓക്കെ, ഇനി ശ്വാസത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് ഒന്നും കൂടി എനിക്ക് തെറ്റി. ശ്വാസം എടുത്തുകൊണ്ട് സഹസ്രാരത്തിൽ ശ്രദ്ധ. ശ്വാസം വിട്ടുകൊണ്ട് പാദത്തിൽ തൊടാം, മൂലാധാരം. ശ്വാസം എടുത്തുകൊണ്ട് വലത് കാൽമുട്ട് മടക്കാം, മുകളിലേക്ക് നോട്ടം, ആജ്ഞാചക്രത്തിൽ ശ്രദ്ധ. ശ്വാസം വിട്ടുകൊണ്ട് നെറ്റിമുട്ടിൽ മുട്ടിക്കാം, വിശുദ്ധി, തൊണ്ടയിൽ ശ്രദ്ധ. ശ്വാസം എടുത്തുകൊണ്ട് കാല് താഴേക്ക്, കൈകൾ മേലിലേക്ക്, ആജ്ഞാചക്രത്തിൽ ശ്രദ്ധ. ശ്വാസം വിട്ടുകൊണ്ട് സഹസ്രാരത്തിലാണ് അല്ലെ, പാദത്തിൽ തൊടാം, മൂലാധാരത്തിൽ ശ്രദ്ധ. ഇനി ശ്വാസം എടുത്തുകൊണ്ട് ഇടത് കാൽമുട്ട് മടക്കാം, നോട്ടം വഴിക്ക്, ആജ്ഞാചക്രത്തിൽ ശ്രദ്ധ. ശ്വാസം വിട്ടുകൊണ്ട് നെറ്റിമുട്ടിൽ മുട്ടിക്കാം, വിശുദ്ധി, തൊണ്ടയുടെ ഉള്ളിൽ ശ്രദ്ധ. ശ്വാസം എടുത്തുകൊണ്ട് കാല് താഴേക്ക്, കൈകൾ മേലേക്ക്, സഹസ്രാരത്തിൽ ശ്രദ്ധ. നെറുകയില് ശ്വാസം വിട്ടുകൊണ്ട് നമസ്തേ, അനാഹതം, നെഞ്ചിന്റെ ഉള്ളിൽ ശ്രദ്ധ. ഓക്കെ, ശ്വാസം എടുത്തുകൊണ്ട് രണ്ട് കൈകളും മേളിലേക്ക്, സഹസ്രാരത്തിൽ ശ്രദ്ധ. ശ്വാസം വിട്ടുകൊണ്ട് പാദത്തിൽ തൊടാം, മൂലാധാരം. ശ്വാസം എടുത്തുകൊണ്ട് വലത് കാൽമുട്ട് മടക്കി കസേരയിൽ വെക്കാം, നോട്ടം മേളിലേക്ക്, ആജ്ഞാചക്രത്തിൽ ശ്രദ്ധ. ശ്വാസം വിട്ടുകൊണ്ട് നെറ്റിമുട്ടിൽ മുട്ടിക്കാം, വിശുദ്ധി, തൊണ്ടയുടെ ഉള്ളിൽ ശ്രദ്ധ. ശ്വാസം എടുത്തുകൊണ്ട് കാല് താഴേക്ക്, കൈകൾ മേലേക്ക്, സഹസ്രാരത്തിൽ ശ്രദ്ധ. ശ്വാസം വിട്ടുകൊണ്ട് താഴേക്ക്, മൂലാധാരത്തിൽ ശ്രദ്ധ. ശ്വാസം എടുത്തുകൊണ്ട് ഇടത് കാൽമുട്ട് മടക്കി കസേരയിൽ വയ്ക്കാം, നോട്ടം മേളിലേക്ക്, ആജ്ഞാചക്രത്തിൽ ശ്രദ്ധ. ശ്വാസം വിട്ടുകൊണ്ട് നെറ്റിമുട്ടിൽ മുട്ടിക്കാം, വിശുദ്ധി, തൊണ്ടയുടെ ഉള്ളിൽ ശ്രദ്ധ. ശ്വാസം എടുത്തുകൊണ്ട് രണ്ട് കൈകളും മേലേക്ക്,
സഹസ്രാരത്തിൽ ശ്രദ്ധ. ശ്വാസം വിട്ടുകൊണ്ട് നമസ്തേ. ശ്വാസം എടുത്തുകൊണ്ട് രണ്ട് കൈകളും മേലേക്ക്. ശ്വാസം വിട്ടുകൊണ്ട് പാദത്തിൽ തൊടാം. ശ്വാസം എടുത്തുകൊണ്ട് വലത് കാൽമുട്ട് മടക്കാം. നോട്ടം മേളിലേക്ക്. ശ്വാസം വിട്ടുകൊണ്ട് നെറ്റിമുട്ടിൽ മുട്ടിക്കാം. ശ്വാസം എടുത്തുകൊണ്ട് കാല് താഴേക്ക്, കൈകൾ മേലേക്ക്. ശ്വാസം വിട്ടുകൊണ്ട് പാദത്തിൽ തൊടാം. ശ്വാസം എടുത്തുകൊണ്ട് ഇടത് കാൽമുട്ട് മടക്കി കസേരയിൽ വെക്കാം. നോട്ടം മേളിലേക്ക്. ശ്വാസം വിട്ടുകൊണ്ട് നെറ്റിമുട്ടിൽ മുട്ടിക്കാം. ശ്വാസം എടുത്തുകൊണ്ട് രണ്ട് കൈകളും മേലേക്ക്. ശ്വാസം വിട്ടുകൊണ്ട് നമസ്തേ. ശ്വാസം എടുത്തുകൊണ്ട് രണ്ട് കൈകളും മേലേക്ക്. ശ്വാസം വിട്ടുകൊണ്ട് പാദത്തിൽ തൊടാം. ശ്വാസം എടുത്തുകൊണ്ട് വലത് കാൽമുട്ട് മടക്കി കസേരയിൽ വെക്കാം. നോട്ടം മേളിലേക്ക്. ശ്വാസം വിട്ടുകൊണ്ട് നെറ്റിമുട്ടിൽ മുട്ടിക്കാം. ശ്വാസം എടുത്തുകൊണ്ട് കാല് താഴേക്ക്, കൈകൾ മേലേക്ക്. ശ്വാസം വിട്ടുകൊണ്ട് പാദത്തിൽ തൊടാം. ശ്വാസം എടുത്തുകൊണ്ട് ഇടത് കാൽമുട്ട് മടക്കി കസേരയിൽ വെക്കാം. നോട്ടം മേളിലേക്ക്. ശ്വാസം വിട്ടുകൊണ്ട് നെറ്റിമുട്ടിൽ മുട്ടിക്കാം. ശ്വാസം എടുത്തുകൊണ്ട് രണ്ട് കൈകളും മേലേക്ക്, കാല് താഴേക്ക്. ശ്വാസം വിട്ടുകൊണ്ട് നമസ്തേ. ആയില്ലേ? ഓക്കെ, സുഖമായിട്ടിരുന്നോളൂ. ഇനി മലർന്ന് കിടക്കാം. വിശ്രമിക്കാം. മലർന്ന് കിടന്നുകൊണ്ടുള്ള രണ്ട് ആസനാസ് ഇവിടെ ചെയ്യാം. ഓക്കെ, ശ്വാസം എടുത്തുകൊണ്ട് നമുക്ക് പവനമുക്താസനം ചെയ്യാം. ശ്വാസം എടുത്തുകൊണ്ട് വലത് കാൽ ഉയർത്താം. മടക്കി ശരീരത്തിനോട് ചേർത്ത് പിടിക്കാം. ശ്വാസം പറ്റുകയാണെങ്കിൽ മാത്രം ശ്വാസം വിട്ടുകൊണ്ട് തല ഉയർത്തി മൂക്കുമുട്ടിൽ മുട്ടിക്കാൻ ശ്രമിക്കാം. ശ്വാസം മറ്റേ കാലം നിലത്ത് തന്നെ ഇരുന്നോട്ടെ, വലിച്ചു പിടിച്ചോളൂ. ശ്വാസം എടുത്ത് വിട്ടുകൊണ്ടിരിക്കാം. 4, 5, 6, 7, 8, 9, 10. ശ്വാസം എടുത്തുകൊണ്ട് തല താഴ്ത്താം, കാല് ഉയർത്താം. ശ്വാസം വിട്ടുകൊണ്ട് കാല് താഴേക്ക്. ഇനി ശ്വാസം എടുത്തുകൊണ്ട് ഇടത് കാല് ഉയർത്താം. മടക്കി ശരീരത്തിനോട് ചേർത്ത് പിടിക്കാം. ശ്വാസം വിട്ടുകൊണ്ട് പറ്റുകയാണെങ്കിൽ തല ഉയർത്തി മൂക്കുമുട്ടിൽ മുട്ടിക്കാൻ ശ്രമിക്കാം. ശ്വാസം എടുത്ത് വിട്ടുകൊണ്ടിരുന്നോളൂ. 3, 4, 5, 6, 7, 8, 9, 10. ശ്വാസം എടുത്തുകൊണ്ട് കാല് മേളിലേക്ക്, തല താഴേക്ക്. ശ്വാസം വിട്ടുകൊണ്ട് കാല് താഴേക്ക്. ഇനി ശ്വാസം എടുത്തുകൊണ്ട് രണ്ട് കാലുകളും ഉയർത്താം. മടക്കി ശരീരത്തിനോട് ചേർത്ത് പിടിക്കാം. തല ഉയർത്തി മൂക്കുമുട്ടിൽ മുട്ടിക്കാൻ ശ്രമിക്കാം. ശ്വാസം എടുത്ത് വിട്ടുകൊണ്ടിരുന്നോളൂ. 2, 3, 4, 5, 6, 7, 8, 9, 10. റിലാക്സ്. പറ്റുകയാണെന്ന് വെച്ചാൽ മുന്നിലേക്കും പിന്നിലേക്കും ഒന്ന് സ്വിങ് ചെയ്തോളൂ. പുറത്തിന് നല്ല മസാജ് കൊടുക്കാം. ഓക്കെ, ഇനി വശങ്ങളിലേക്ക് സ്വിങ് ചെയ്യാം. റൈറ്റ് ആൻഡ് ലെഫ്റ്റ്. കഴുത്ത് ഒരു വശത്തേക്കും കാല് ഓപ്പോസിറ്റ് സൈഡിലേക്കും. ശരീരത്തിന് നല്ലൊരു ട്വിസ്റ്റ് കിട്ടും. ഓക്കെ, ഇനി ശ്വാസം എടുത്തുകൊണ്ട് കാല് ഉയർത്താം. ശ്വാസം വിട്ടുകൊണ്ട് കാല് താഴേക്ക്. റിലാക്സ്. ഇനി നൗകാസനം. നൗകാസനം ഉണ്ടാവും. ഓക്കെ, രണ്ട് കാൽമുട്ടും മടക്കാം. ഉപ്പുറ്റി ശരീരത്തിനോട് ചേർത്ത് വെക്കാം. ശ്വാസം എടുത്തുകൊണ്ട് നടുഭാഗത്തിനെ ഉയർത്താം. പറ്റുന്നത്ര ഉയർത്താം. സേതു ആസനം. ശരീരത്തിനെ പാലം പോലെയാക്കാണ്. ശരീരം താടിയിൽ മുട്ടണ അത്ര വരെ ഉയർത്താം. ശ്വാസം എടുത്ത് വിട്ടുകൊണ്ടിരുന്നോളൂ. 2, 3, 4, 5, 6, 7, 8, 9, 10. റിലാക്സ്. പതുക്കെ ശരീരത്തിന് തിരിച്ചുകൊണ്ട് റിലാക്സ്. കാല് നീട്ടി വെച്ച് വിശ്രമിച്ചോളൂ. ഇനി രണ്ട് കൈകളും ഷോൾഡർ ലെവലില് നീട്ടി വെച്ചോളൂ. ശ്വാസം എടുത്തുകൊണ്ട് വലത് കാൽ ഉയർത്താം. വലത് കാലിനെ ഇടത് കൈപ്പത്തിയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാം. എത്ര പറ്റുമോ അത്ര ചെയ്താൽ മതി. നോട്ടം വലത്തോട്ട്. 2,
3, 4, 5, 6, 7, 8, 9, 10. ശ്വാസം എടുത്തുകൊണ്ട് കാലുയർത്താം. ശ്വാസം വിട്ടുകൊണ്ട് കാല് താഴേക്ക്. ഇനി ശ്വാസം എടുത്തുകൊണ്ട് ഇടത് കാൽ ഉയർത്താം. ഇടത് കാലിനെ വലത് കൈപ്പത്തിയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാം. നോട്ടം ഇടത്തോട്ട്. 2, 3, 4, 5, 6, 7, 8, 9, 10. ശ്വാസം എടുത്തുകൊണ്ട് കാല് ഉയർത്താം. ശ്വാസം വിട്ടുകൊണ്ട് കാല് താഴേക്ക്. ആൻഡ് റിലാക്സ്. ഇനി വിശ്രമിച്ചോളൂ. കാലുകൾ സ്വല്പം അകത്തി വെക്കാം. കൈകൾ ശരീരത്തിൽ നിന്ന് വിട്ട് മലർത്തി വെക്കാം. കണ്ണുകൾ അടഞ്ഞിരിക്കട്ടെ. വലത് കാൽപാദം തളർത്തിയിട്ടോളൂ. വലത് കാൽപാദം ശ്രദ്ധിക്കാം. വലത് കാൽമുട്ട്, വലത് തുട, ഇടുപ്പ്, വലത് കാൽ വിശ്രമിക്കട്ടെ പൂർണ്ണമായും. ഇടത് കാൽപാദം, ഇടത് കാൽമുട്ട്, ഇടത് തുട, ഇടുപ്പ്, ഇടത് കാൽ പൂർണ്ണമായും വിശ്രമിക്കട്ടെ. തളർത്തിയിട്ടോളൂ. വയറ്, നെഞ്ച്, വലത് തോൾ വിശ്രമിക്കട്ടെ. വലതു കൈ പൂർണ്ണമായും വിശ്രമിക്കട്ടെ. ഇടത് തോൾ വിശ്രമിക്കട്ടെ. ഇടത് കൈ പൂർണ്ണമായും വിശ്രമിക്കട്ടെ. കഴുത്ത്, ശരീരത്തിന്റെ പുറം ഭാഗം വിശ്രമിക്കട്ടെ. മുഖത്തെ പേശികൾ എല്ലാം വിശ്രമിക്കട്ടെ. താടി, ചുണ്ട്, കവിളുകൾ, കണ്ണ്, പുരികം, നെറ്റി, ചെവികൾ, ശിരസ് വിശ്രമിക്കട്ടെ. തലയുടെ മുകൾ ഭാഗം, പിൻഭാഗം, വശങ്ങൾ, ശരീരം പൂർണ്ണമായും വിശ്രമിക്കട്ടെ. പൂർണ്ണ വിശ്രമം. പൂർണ്ണ വിശ്രമം. ശ്വാസത്തിൽ ശ്രദ്ധ. സ്വാഭാവിക ശ്വാസം അകത്തേക്ക് വരുന്നതും പുറത്തേക്ക് പോകുന്നതും ശ്രദ്ധിക്കാം. ഒട്ടും ശ്രമം കൊടുക്കേണ്ടതില്ല. ശരീരം താനേ ശ്വസിച്ചുകൊള്ളും. അത് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഓരോ ശ്വാസവും ആസ്വദിക്കാം. ശ്വാസം മൂക്കിലൂടെ അകത്തേക്ക് വരുന്നതും ശ്വാസം അകത്തേക്ക് എടുക്കുമ്പോൾ ശരീരം വികസിക്കുന്നു. ശ്വാസം പുറത്തേക്ക് പോകുമ്പോൾ ശരീരം ചുരുങ്ങുന്നു. പൂർണ്ണ ശ്രദ്ധ ശ്വാസത്തിൽ. അകത്തേക്ക് എടുക്കുന്ന ശ്വാസം ശരീരത്തിന് ഊർജം തരുന്നു. പുറത്തേക്ക് പോകുന്ന ശ്വാസം ശരീരത്തിന് വിശ്രമം തരുന്നു. പൂർണ്ണ ശ്രദ്ധ ശ്വാസത്തിൽ. നമ്മൾ അറിയാതെ ഒരു ശ്വാസം പോലും അകത്തേക്ക് വരുന്നില്ല, പുറത്തേക്കും പോകുന്നില്ല. ഓരോ ശ്വാസത്തിനും സാക്ഷിയാകാം. ഉറങ്ങിപ്പോകരുത്. ചിന്തകൾ വന്നുകൊള്ളട്ടെ, പോയിക്കൊള്ളട്ടെ. ഒന്നിനെയും തടയേണ്ടതില്ല. തിരിച്ച് ശ്രദ്ധ ശ്വാസത്തിലേക്ക് കൊണ്ടുവരാം.
ഒരു ദീർഘശ്വാസം അകത്തേക്ക്, ശ്വാസം പുറത്തേക്ക്. ഒരിക്കൽ കൂടെ ദീർഘശ്വാസം അകത്തേക്ക്, പൂർണ്ണമായും പുറത്തേക്ക്. കാലുകൾ അടുപ്പിച്ച് വെക്കാം, കൈകൾ ശരീരത്തിനോട് ചേർത്ത് വെക്കാം. രണ്ട് കൈകളും കോർത്ത് പിടിച്ച് തലയുടെ മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്ത് പിടിച്ചോളൂ. കാല് താഴേക്ക് സ്ട്രെച്ച് ചെയ്യാം. സാവകാശം ഇടത് കൈ മാത്രം തിരിച്ചു കൊണ്ടുവരാം. ഇടത് കാൽമുട്ട് മടക്കി വലതുവശത്തേക്ക് ചരിഞ്ഞ് കിടക്കാം. ഇടത് കൈ നെഞ്ചിന് മുന്നിൽ കുത്തി പതുക്കെ പതുക്കെ എഴുന്നേറ്റിരിക്കാം. കണ്ണുകൾ അടഞ്ഞു തന്നെ ഇരിക്കട്ടെ. കസേരയിലേക്ക് ഇരുന്നോളൂ. പതുക്കെ പതുക്കെ കണ്ണ് തുറന്ന് കസേരയിലേക്ക്. നാഡീശോധന പ്രാണായാമം ചെയ്യാം. ഇടത് കൈ ചിന്മുദ്രയിൽ വെക്കാം, വലത് കൈ വിഷ്ണുമുദ്രയിൽ. ആദ്യം ഒരു ദീർഘശ്വാസം അകത്തേക്ക് എടുക്കാം. ഇടതുവശത്ത് കൂടെ ശ്വാസം പുറത്തേക്ക് വിടാം. ഇനി ഇടതുവശത്ത് കൂടെ ശ്വാസം അകത്തേക്ക്, വലതുവശത്ത് കൂടെ പുറത്തേക്ക്. വലതുവശത്ത് കൂടെ അകത്തേക്ക്, ഇടതുവശത്ത് കൂടെ പുറത്തേക്ക്. തുടർന്നോളൂ. ദീർഘമായ ശാന്തമായ ശ്വാസം 5 മിനിറ്റ്.
ഈ റൗണ്ട് പൂർത്തിയാവുമ്പോൾ ഇടതുവശത്ത് കൂടെ ശ്വാസം പുറത്തേക്ക് വിട്ട് സാവകാശം വിശ്രമിക്കാം. കൈകൾ മടിയിൽ മലർത്തി വെക്കാം. ഒരു ദീർഘശ്വാസം അകത്തേക്ക് എടുക്കാം. ശ്വാസം പുറത്തേക്ക്. ചിന്മുദ്രയിൽ കൈകൾ വെക്കാം. കൈകൾ നീട്ടി വെച്ചോളൂ. കാൽമുട്ടിന് മുകളിൽ ചിന്മുദ്രയിൽ തള്ളവിരലും ചൂണ്ടുവിരലും തൊട്ടിരിക്കണം. ഒരു ദീർഘശ്വാസം അകത്തേക്ക് എടുക്കാം. ശ്വാസം പുറത്തേക്ക്. ഇനി ദീർഘമായ 10 ഉജ്ജാശ്വാസം. ചിന്മയ മുദ്ര. തള്ളവിരലും ചൂണ്ടുവിരലും തൊട്ടിരിക്കണം. മറ്റു വിരലുകൾ മടക്കി വെക്കാം. കൈകൾ മടിയുടെ നടുവിൽ വെച്ചോളൂ. മലർത്തി വെക്കാം. ദീർഘമായ 10 ഉജ്ജാശ്വാസം. ആദിമുദ്ര. തള്ളവിരൽ ചെറുവിരലിന്റെ അടിയിൽ, മറ്റു വിരലുകൾ മടക്കി വെച്ചിരിക്കുന്നു. കൈകൾ ഇടുപ്പിന്റെ അടുത്ത് തൊടയുടെ അവസാനത്തിലാക്കി വെച്ചോളാം. ദീർഘമായ 10 ഉജ്ജാശ്വാസം. മേരുദണ്ഡമുദ്ര. തള്ളവിരൽ മുകളിലേക്ക്, മറ്റു വിരലുകൾ മടക്കി വെച്ചിരിക്കുന്നു. ഇടുപ്പിന്റെ ഇരുവശത്തായിട്ട് വെച്ചോളാം.
റിലാക്സ്. കൈകൾ മടിയിൽ മലർത്തി വെക്കാം. ദീർഘമായി ശ്വാസം അകത്തേക്ക്, ശ്വാസം പുറത്തേക്ക്. ശരീരത്തിലുണ്ടായിട്ടുള്ള സംവേദനങ്ങൾ ശ്രദ്ധിക്കാം. ഇനി കപാലഭാതി പ്രാണായാമം ചെയ്യാൻ തയ്യാറെടുക്കാം. ഒരു ദീർഘശ്വാസം അകത്തേക്ക്, ശ്വാസം പുറത്തേക്ക്. ഇനി കപാലഭാതിക്കായി സാധാരണ ശ്വാസം അകത്തേക്ക്, ശക്തിയായി പുറത്തേക്ക്. ഇൻ, ഔട്ട്, 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 ഔട്ട് ആൻഡ് റിലാക്സ്. പൂർണ്ണ ശ്രദ്ധ ശരീരത്തിലും ശ്വാസത്തിലും. രണ്ടാമത്തെ റൗണ്ട് കപാലഭാതിക്ക് തയ്യാറെടുക്കാം. ഒരു ദീർഘശ്വാസം അകത്തേക്ക്, ശ്വാസം പുറത്തേക്ക്. ഇനി ഒരു സാധാരണ ശ്വാസം അകത്തേക്ക്, ശക്തിയായി പുറത്തേക്ക്. ഇൻ, ഔട്ട്, 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 ഔട്ട് ആൻഡ് റിലാക്സ്. വിശ്രമിക്കാം. ശരീരം നിശ്ചലമായിരിക്കട്ടെ. പൂർണ്ണ ശ്രദ്ധ ശരീരത്തിലും ശ്വാസത്തിലും. മൂന്നാമത്തെ റൗണ്ട് കപാലഭാതിക്ക് തയ്യാറെടുക്കാം. ഒരു ദീർഘശ്വാസം അകത്തേക്ക്, ശ്വാസം പുറത്തേക്ക്. കപാലഭാതിക്കായി ശ്വാസം അകത്തേക്ക്. ഇൻ, ഔട്ട്, 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 ഔട്ട് ആൻഡ് റിലാക്സ്. വിശ്രമിക്കാം. പതുക്കെ പതുക്കെ കൈകൾ ചെവിയിൽ വെക്കാം. ഭ്രാമരി പ്രാണായാമം ചെയ്യാൻ തയ്യാറെടുക്കാം. നാവ് അണ്ണാക്കിൽ മുട്ടിച്ചു വെക്കാം. ഒരു ദീർഘശ്വാസം അകത്തേക്ക്, ശ്വാസം പുറത്തേക്ക്. ഇനി ഭ്രാമരിക്കായ ശ്വാസം അകത്തേക്ക്. വീണ്ടും ശ്വാസം അകത്തേക്ക്. വീണ്ടും ശ്വാസം അകത്തേക്ക്. വിശ്രമിക്കാം. കൈകൾ മടിയിൽ മലർത്തി വെച്ച് വിശ്രമിക്കാം. ബ്രഹ്മമുദ്രയിൽ കൈകൾ വെക്കാം. ആദ്യമുദ്രയിൽ പൊക്കിളിനെ ഇരുവശത്തും മലർത്തി വെക്കാം. ഒരു ദീർഘശ്വാസം അകത്തേക്ക് എടുക്കാം. ശ്വാസം പുറത്തേക്ക്. ഇനി ഓംകാരത്തിനായി ശ്വാസം അകത്തേക്ക്.
കൈകൾ മടിയിൽ മലർത്തി വെക്കാം. ശരീരത്തിലുണ്ടായിട്ടുള്ള സംവേദനങ്ങൾ ശ്രദ്ധിക്കാം. ചുറ്റുപാടുകളെ ശ്രദ്ധിക്കാം. കൈകൾ കൂട്ടിത്തിരുമാം. കൈകൾ കൂട്ടിത്തിരുമാം. കണ്ണിന് മുകളിൽ ഒരു കപ്പ് പോലെ. ഒരിക്കൽ കൂടെ. ശരീരത്തിന് മുഴുവന് ചൂട് പകർന്നു കൊടുത്തുകൊണ്ട് പതുക്കെ പതുക്കെ ഒരു പുഞ്ചിരിയോടെ കണ്ണുകൾ തുറക്കാം. ആയതുകൊണ്ട്